പിണറായി വിജയന് വിഴിഞ്ഞം പോയിട്ട് കോവളം നിയോജക മണ്ഡലത്തിൽ കാലുകുത്താൻ അവകാശം 100% ഞാൻ യോജിക്കുന്നു. അതുകൊണ്ട് ഇങ്ങോട്ട് അങ്ങനെ തള്ളുമായിട്ട് വരരുത്. വീഴ്ചയായി സമ്മതിക്കണം. ഇവിടെ CPM BJP ബാന്ധവത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടി 16 വർഷം ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. ഞാൻ പറഞ്ഞത് ഇനി ഞാൻ താങ്കളുടെ പെർമിഷൻ മേടിക്കണം. നിങ്ങൾ CPM സംസ്ഥാന കമ്മിറ്റി ഞാൻ എന്ത് വേണം ഞാൻ തീരുമാനിച്ചോളാം. ഞാൻ തെറ്റിദ്ധരിപ്പിക്കണോ ശരിയായി ധരിപ്പിക്കണോ ഞാൻ പറഞ്ഞോളാം. താങ്കളുടെ അവസരത്തിൽ പറഞ്ഞാൽ മതി. താങ്കളുടെ അവസരത്തിൽ പറഞ്ഞാൽ മതി. താങ്കളുടെ അവസരത്തിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ ഞാൻ കളവാൻ തന്നെ പറയും. ഞാൻ കളവോ ശരിയോ താങ്കളുടെ അവസരത്തിൽ പറഞ്ഞാൽ മതി. താങ്കളുടെ അവസരത്തിൽ പറഞ്ഞാൽ മതി. അൽകുമാറെ, കളവാണെങ്കിൽ താങ്കളുടെ അവസരത്തിൽ പറഞ്ഞാൽ മതി. ഞാൻ സംസാരിക്കുമ്പോൾ താങ്കൾ ഇടപെടണ്ട. മനസ്സിലായോ? ഇത് അത് മതിയെ ഞാൻ പറഞ്ഞോളൂ. ബാക്കി കൈവച്ചോളൂ. അപ്പോ ഞാൻ താങ്കളുടെ അവസരത്തിൽ പറഞ്ഞാൽ മതി. താങ്കൾ പറഞ്ഞ എല്ലാം എന്താ പറയുക, ഹരിചന്ദ്രൻ കഴിഞ്ഞ പിന്നെ അൽകുമാർ ആണല്ലോ. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കണ്ടാടാ, നല്ല നല്ല കോമഡികൾക്ക് ഇപ്പം പിള്ളേര് ചിരിക്കണ കേട്ടാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സംസ്ഥാന കമ്മിറ്റി ഞാൻ പറയട്ടെ ഷാനി, ഞാൻ പറയാമല്ലോ. എന്നോട് CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പോലും കാണിക്കാത്ത വീഡിയോ, CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പോലും ലഭ്യമല്ലാത്ത ഒരു വീഡിയോ മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുടെ മരുമകനും ഒക്കെ എങ്ങനെ കാണാൻ കഴിഞ്ഞു? എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജേട്ടാ. അവിടെ മുഖ്യമന്ത്രിയുടെ മകളും മരുമകനും മുഖ്യമന്ത്രിയുടെ മകളും കൂട്ടിപ്പോയത് ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ മകളെയും കൂട്ടിപ്പോയത് ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ മകളെയും കൂട്ടിപ്പോയത് ഒരു പക്ഷേ അവിടെ മാസപ്പടിക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മാസപ്പടിക്കുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ മകളെയും കൊച്ചുമകനെയൊക്കെ കൂട്ടിപ്പോയിട്ടുള്ളത്. ചോദ്യം എന്താണ് ഇവിടെ ചോദ്യം എന്താണ്? എന്റെ അവസരമാണല്ലോ അൽകുമാറെ. നീ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തി കാണിക്കല അൽകുമാറെ. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തി കാണിക്കല. ഞാൻ എന്റെ അവസരത്തിലാണ് സംസാരിക്കുന്നത്. അവിടെ മാസപ്പടി ഉണ്ടോ എന്ന് നോക്കാനാണോ മുഖ്യമന്ത്രിയുടെ മകൻ പോയത്? അവിടെ മാസപ്പടി കിട്ടുമെന്ന് നോക്കാനാണോ പോയത്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. താങ്കളെ കാണിക്കാത്ത വിഴിഞ്ഞമാണോ താങ്കളുടെ മുഖ്യമന്ത്രിയുടെ മകൾ കൊച്ചുമോനോ കാണുന്നത്? എന്റെ ചോദ്യം ഇവിടെ കരാറുമായി ബന്ധപ്പെട്ട് 6000 കോടിയുടെ അഴിമതി എന്ന് പറഞ്ഞ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാ. പണ്ട് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോ ഇവിടെ മുഖ്യമന്ത്രി ഇപ്പൊ മകളെ കൊണ്ട് പോയിരിക്കുക. അവിടെ മാസപ്പടിക്ക് വല്ല വകുപ്പുണ്ടെങ്കിൽ കൃത്യം അക്കൗണ്ടിലേക്ക് വല്ല വരുമെങ്കിൽ നന്നായിരിക്കുമല്ലോ നോക്കാൻ പോയതാ. ബിസിനസ് കൂടി നടത്തുന്ന മുഖ്യമന്ത്രിയുടെ മകൾ ഇപ്പോൾ നിയമപരമായ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ. അത് സഹിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ശ്രീകുമാർ. താങ്കൾ സഹിക്കുന്നത് നന്നായിരിക്കും. താങ്കൾക്ക് സഹിക്കാൻ ഉള്ള എല്ലാ അവകാശവും ഉണ്ട്. അത് തൽക്കാലം സഹിക്കുക, തൽക്കാലം വേറെ മാർഗമില്ല എന്ന് ശ്രീ അനിൽകുമാർ പറഞ്ഞത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. പ്രായമായ ആളല്ലേ? പ്രായം ഈ രൂപത്തിന് മാത്രമേ ഉള്ളൂ. മനസ്സ് വളരെ ചെറുപ്പം.